and this is Sims Education Center Malappuram. So we will go through the paper, major paper 2 fiction, the 10th chapter of the novel. Charles Dickens was the second child of John Dickens, a clerk in the Navy pay office. His father, cheerful and improvident, was to be his model for Micawber, as was his mother for Mrs. Nickleby. When he was 12, he was sent to work in the blacking factory in conditions that he found degrading. His father was arrested for debts and confined to prison. In these circumstances, Dickens worked to help the family. He learned shorthand and took up the job of a legal reporter. His first novel, Pickwick Papers, 1837, was serialized in a popular magazine. Some other well-known novels are Nickleby, Martin Chuzzlewit, Dope and Son, David Copperfield, Bleak House, A Tale of Two Cities, Great Expectations, and Our Mutual Friend. So, ജോൺ ഡിക്കൻസിൻ്റെ രണ്ടാമത്തെ മകനായിട്ടാണ് ചാൾസ് ഡിക്കൻസ് ജനിച്ചത്. ജോൺ ഡിക്കൻസ് എന്ന് പറയുന്നത് നേവി പേ ഓഫീസിലെ ഒരു ക്ലർക്കായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ ആണ് മിസ്സസ് നിക്കിൾബൈ. അപ്പോൾ അദ്ദേഹത്തിന് 12 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ബ്ലാക്കിംഗ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു വിടാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഇങ്ങനെ കടം മൂലം അറസ്റ്റ് ചെയ്യപ്പെടും, പ്രിസണിൽ അടയ്ക്കപ്പെടും ചെയ്യാണ്. സോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ കാരണം അദ്ദേഹം ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഷോർട്ട് ഹാൻഡായിട്ട് പഠിച്ചിട്ട് അദ്ദേഹം ഒരു ലീഗൽ റിപ്പോർട്ടറായിട്ടുള്ള ഒരു ജോബിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് പിക്വിക് പേപ്പേഴ്സ് ആണ്. അതൊരു പോപ്പുലർ മാഗസിൻ മീൻസ് അങ്ങനെ സീരിയസ് ആയിട്ട് വന്നിട്ട് സീരിയലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള നോവൽസാണ് നിക്കിൾബൈ, മാർട്ടിൻ ചസിൽവിറ്റ്, ഡോംപെ ആൻഡ് സൺ, ഡേവിഡ് കോപ്പർഫീൽഡ്, ബ്ലീക്ക് ഹൗസ്, A Tale of Two Cities, Great Expectations, and Our Mutual Friend. W.H. Hudson's estimate of Dickens as a novelist. സോ ഡിക്കൻസ് എന്നൊരു നോവലിസ്റ്റിനെ കുറിച്ച് W.H. ഹഡ്സൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. Dickens' qualities are obvious to all who read, and in particular his overflowing irresistible humor, his unsurpassed descriptive power, and the astonishing vitality of his characterization. അപ്പം മീൻസ് ഡിക്കൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ് ആണെന്ന് പറയുന്നുണ്ട്. മീൻസ് അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ എന്ന് പറയുന്നത് മീൻസ് ഓവർഫ്ലോയിങ് ആണ്. അത് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, തടഞ്ഞു നിർത്താൻ കഴിയില്ല. മീൻസ് അത്രയും ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് മീൻസ് അതിനൊരു ലിമിറ്റില്ല, അതിങ്ങനെ അതിരുകളില്ലാതെ ഇങ്ങനെ മീൻസ് അത്രയും വൈഡാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ആശ്ചര്യപ്പെടുത്തും എന്നാണ് പറയുന്നത്. Criticism has of course to point out in regard to his characterization that the range of his success was after all very limited, and it is moreover questioned whether ever his humorous creations belong in any sense to the world of realities. അപ്പം ക്രിറ്റിസിസം വരാറുണ്ട്. മീൻസ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഹ്യൂമേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്രിറ്റിസിസമൊക്കെ വന്നിട്ടുണ്ട്. It must be admitted that with him character was generally heightened to caricature. Yet the fact remains that no other writer in our literature save only Shakespeare ever called into being so many men and women who have become permanent elements of that humorous tradition into which we of the English speaking race are privileged to be born. മീൻസ് ഷേക്സ്പിയർ അല്ലാതെ മറ്റൊരു ആളില്ല മീൻസ് ഇങ്ങനെയുള്ള ഹ്യൂമറസ് ക്യാരക്ടേഴ്സിനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള എന്നുള്ളൊരു ബിലീഫാണ് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നത്. മീൻസ് അത്രത്തോളം പ്രിവിലേജ്ഡ് ആയിട്ട് അത്രത്തോളം വിശേഷ അധികാരമുള്ളൊരു വ്യക്തി ഷേക്സ്പിയറിനോളം ഉള്ളവരാരും ഇല്ല എന്നാണ് പറയുന്നത്. ഡിക്കൻസ് പ്രിൻസിപ്പൽ ഫോൾട്ട് വാസ് ദ ഓവർറോഡ് ക്വാളിറ്റി ഓഫ് മച്ച് ഓഫ് ഹിസ് ഇമോഷൻ. മീൻസ് അദ്ദേഹത്തിൻ്റെ ഇമോഷനെ കൂടുതലായിട്ട് അതിൽ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൾട്ടായിട്ട് പറയുന്നത്. മീൻസ് it is here that he has suffered most from changes of taste. In his craving after effect, he continually had recourse to heavily loaded emphasis, and as a result his work became crude. Means അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ ഫോൾട്ട് എന്ന് പറയുന്നത് തന്നെ ഓവർറോട്ടായിട്ട് ഇമോഷണൽ ക്വാളിറ്റീസ് കൂടുതലായിട്ട് വരുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാരണത്താൽ തന്നെ മീൻസ് പിന്നീട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ വളരെ മീൻസ് ഒരു പരുക്കനായിട്ടുള്ള വർക്ക്സ് ആയിട്ട് മാറി. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഹി ലവ്ഡ് മെലോഡ്രാമ ആൻഡ് ഹിസ് മെലോഡ്രാമ വാസ് ടു ഫ്രീക്വൻ്റ്ലി തിയേറ്ററിക്കൽ ഇൻ മെനി പാസേജസ് ഓഫ്
sentiment and pathos, he was often extravagant and mawkish. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മെലോ ഡ്രാമ ആയിരുന്നു. അപ്പം അതിങ്ങനെ തിയേറ്ററിക്കൽ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. His novels belong entirely to the humanitarian movement of the Victorian era, of which they are indeed in the domain of fiction, by far the most important product and expression. He was from first to last a novelist with a purpose. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവൽസൊക്കെ എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട്, വിക്ടോറിയൻ എറയിലുള്ള ഹ്യൂമാനിറ്റേറിയൻ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ മീൻസ് അദ്ദേഹം തുടക്കം വരെ ഒരു നോവലിസ്റ്റ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇൻ നിയർലി ഓൾ ഹിസ് ബുക്സ് ഹി സെറ്റ് ഔട്ട് ടു അറ്റാക്ക് സം സ്പെസിഫിക് അബ്യൂസ് ഓർ അബ്യൂസസ് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് തിങ്സ് ആൻഡ് ത്രൂ ഔട്ട് ദ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹിംസെൽഫ് ദ ചാമ്പ്യൻ ഓഫ് ദ വീക്ക്, ദ ഔട്ട്കാസ്റ്റ് ആൻഡ് ദ ഓപ്രസ്ഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുവിധം ബുക്കിലൊക്കെ എന്താ വെച്ചാൽ അന്നത്തെ സിസ്റ്റത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു മീൻസ് അതിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ എന്ന് പറയുന്നത്. Humanitarianism was indeed the keynote in his work, and his enormous popularity carried his influence far and wide. He may justly be reckoned one of the greatest social reformer of his age. അപ്പോൾ അദ്ദേഹത്തിന് മീൻസ് ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആയിട്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം കൂടുതലായിട്ടും ഹ്യൂമാനിറ്റേറിയസം, മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളോടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. At the same time he shared to full its sanguine spirit. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. Despite its many evils, the hardness of hurt and selfishness of those in high places, the greed and hypocrisy which were so prevalent, the big class prejudices which divided man from man, the world was still for Dickens very good world to live in. A man of beyond temper and unflagging energy, he put his unwavering optimism into everything he wrote, and his contagious high spirits were undoubtedly a factor in his success. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ഈ ഒരു പ്രെജുഡൈസസ് ഉള്ള മീൻസ് അത് ഈ ഗ്രീഡി ആയിട്ടുള്ള ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം സക്സസ്ഫുള്ളായി തീരും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. The novel is set in London and Paris at the time of French Revolution. Dr. Manette is released after being imprisoned for 18 years in the Bastille for revealing the secret of the Everman family. He comes to London to see his daughter Lucy. She is in love with Charles Darnay, who is a descendant of the Everman family. An eccentric lawyer named Sidney Carton also loves Lucy. After his marriage to Lucy, Darnay goes back to France to help a family servant who is imprisoned by the revolutionaries. Darnay is arrested and imprisoned. Dr. Manette intervenes on his behalf and secures his release, but he is again arrested for the belongs to the family which was involved in the murder as his sister and her brother. When Manette was in prison, he wrote about the Everman brothers. The letter is produced as evidence against Charles Darnay, who is condemned to death, but he is saved by Sidney Carton, who exploits his physical resemblance to Darnay. He takes the place of Darnay in the prison and dies on the scaffold. അപ്പോൾ ഈ നോവല് ലണ്ടനിലും പാരീസിലുമാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു നോവലിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ലണ്ടനിലും പാരീസിലും ഒക്കെ ആയിട്ടാണ് ഈ നോവലിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ മാനറ്റ് 18 വർഷത്തോളം ബാസ്റ്റൈലിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടതായിരുന്നു. അപ്പം എവർമൺ ഫാമിലിയിലെ ഒരു സീക്രട്ട് റിവീൽ ചെയ്തത് മൂലമാണ് 18 വർഷത്തോളം അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം ലണ്ടനിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ലൂസീനെ കാണാനായിട്ട്. അപ്പം അവൾ ചാൾസ് ഡാർണേ എന്നുള്ളൊരു വ്യക്തിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അദ്ദേഹം എവർമൺ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ലോയറായിട്ടുള്ള സിഡ്നി കാർട്ടൺ ലൂസീനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൂസിയും ചാൾസ് ഡാർണയും കൂടെ മാരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഫ്രാൻസിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. മീൻസ് ഡാർണയുടെ ഒരു ഫാമിലി സെർവൻറ്റിനെ ജയിലിലടക്കപ്പെട്ട മീൻസ് അയാളെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഡാർണേനെ പിന്നെയും അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടർ മാനറ്റ് എന്ത് ചെയ്തു, മീൻസ് ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടു, അവനെ റിലീസ് ചെയ്യിപ്പിച്ചു. പക്ഷേ പിന്നെയും അവനെ അറസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എവർമൺ ഫാമിലിയിൽ ഉള്ളവർ ഒരു സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും മർഡറിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അയാൾ ആ ഒരു ഫാമിലിയിലുള്ളതായതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ മാനറ്റ് പ്രിസണിലായിരുന്ന സമയത്ത് അദ്ദേഹം എവർമൺ ബ്രദേഴ്സിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ടായിരുന്നു. അപ്പം ഈ ലെറ്റർ എന്തായിരുന്നു ചാൾസ് ഡാർണയ്ക്കുള്ള എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു.
അപ്പോൾ മീൻസ് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് തൂക്കിലേറ്റാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ സിഡ്നി കാർട്ടൺ എന്ത് ചെയ്തു, ഇങ്ങനെ ഡാർണയായിട്ടൊരു ഫിസിക്കലി റിസംബ്ലൻസ് ഉണ്ട്, ഒരു സാമ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഡാർണയെ രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹം തന്നെ തൂക്കിലേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. മീൻസ് അദ്ദേഹം ഡാർണയെ തെറ്റ് ചെയ്തിട്ടില്ല, ഡാർണയെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം എന്താണ് സ്വയം മരണം വരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു നോവലിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട്, ഒരു എക്സിക്യൂഷൻ സീൻ പറയുന്നുണ്ട്. മീൻസ് ആ ഒരു തൂക്കിലേറ്റുന്ന ഒരു സീന് പറയുന്നുണ്ട്. നമ്മൾ സിഡ്നി കാർട്ടനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ദ എക്സിക്യൂഷൻ സീൻ ഇൻ A Tale of Two Cities is a fine creation of Charles Dickens. It reveals the peculiar nature of judgment meted out to victims of the French Revolution. The execution scene reflects the mindless fury of the mob. അപ്പോൾ ഇതിലെ എക്സിക്യൂഷൻ സീൻ എന്ന് പറയുന്നത് മീൻസ് ഒരു ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു ഫൈൻ ക്രിയേഷനായിട്ട് പറയുന്നുണ്ട്. അപ്പം മീൻസ് അന്നത്തെ കാലത്തെ ഫ്രഞ്ച് റെവല്യൂഷനിലെ വിക്ടിംസിനെ എങ്ങനെയാണ്, അവർക്കെതിരെയുള്ള ജഡ്ജ്മെൻറ്റ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഈ ജനക്കൂട്ടങ്ങളുടെ മീൻസ് ആ ഒരു എന്താ അവരുടെ ഒരു മീൻസ് മാനുഷികപരമായിട്ട് മീൻസ് മൈൻഡ്ലെസ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സാണ് ആളുകളൊക്കെ. എന്താ പറയുക, ഇങ്ങനെയുള്ള ആളുകളെ, ഈ വിക്ടിംസിനെതിരെയുള്ള അവരുടെ ഒരു കോപം നമുക്ക് കാണാം. മീൻസ് അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ തൂക്കിലേറ്റുന്നത്. സിഡ്നി കാർട്ടൺ, in order to fulfill his promise made to Lucy, decide to save Darnay. After taking Darnay's place, he is taken to a large dark room where the other 51 victims of the day's execution are gathered. Among the victims, there is also a small girl who has been accused of plotting against his state. She finds out the true identity of Carton, so Carton presses her fingers not to reveal the secret. She is moved by Carton's sacrifice and derives strength from his selfless act. She holds his hands till the end. When the prisoners are taken to the place of execution, people boo the victims. അപ്പം എന്താ പറയുക വെച്ചാൽ, സിഡ്നി കാർട്ടൺ എന്താണ് ലൂസിക്ക് കൊടുത്ത പ്രോമിസ് ആയിരുന്നു, സത്യം ചെയ്തു കൊടുത്തതായിരുന്നു, എന്താണ് ഡാർണയെ രക്ഷിക്കാമെന്ന്. എന്നിട്ട് ഡാർണി മീൻസ് ഈ ഡാർണയുടെ പ്ലേസിൽ സിഡ്നി കാർട്ടൺ വന്നിട്ട് പിന്നീട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ 51 വിക്ടിംസിൻ്റെ കൂടെ ഈ എക്സിക്യൂഷനായിട്ട് കൊണ്ടുപോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ എന്താണ് ഇതിൻ്റെ രാജ്യത്തിനെതിരെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിനാണ് അവളെ തൂക്കിലേറ്റുന്നത്. അപ്പോൾ അവൾ കാർട്ടനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മീൻസ് കാർട്ടനെ മനസ്സിലായി. പക്ഷേ സത്യം പറയരുത് എന്നുള്ളതിൽ മീൻസ് റിവീൽ ചെയ്യരുത് എന്നുള്ളതിൽ അദ്ദേഹം അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് കാർട്ടൺ പറഞ്ഞാൽ മീൻസ് അവൾക്ക് അതിനുള്ള സ്ട്രെങ്ത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മീൻസ് കാമായിട്ടാണ് അവൾ പോയിട്ട് മീൻസ് അവളെ തൂക്കിലേറ്റുന്നത്. അപ്പം മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ അയാളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് അവൾ പോകുന്നത്. അപ്പം എന്താ പറയുക, ഈ പ്രിസണേഴ്സിനെയൊക്കെ മീൻസ് ഈ ഇങ്ങനെയുള്ള വിക്ടിംസിനെയൊക്കെ ഈ എക്സിക്യൂഷന് വേണ്ടി തൂക്കിലേറ്റാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങൾ എന്താണ് മീൻസ് അവരൊക്കെ ഇങ്ങനെ കൂകി വിളിക്കുന്നുണ്ട്, ബൂ ദ വിക്ടിംസ് എന്ന് പറയുന്നുണ്ടല്ലോ. They seem to enjoy the sight of the suffering of the prisoners. There is a group of women found knitting before the guillotine. They go on counting the number of the prisoners executed. The executioners show off the heads to the crowd. When the small girl's turn comes, Sidney Carton kisses her and releases her hand. Encouraged by Carton's supreme sacrifice, she goes to the guillotine calmly. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രിസണേഴ്സ് സഫർ ചെയ്യുന്നത് കാണുന്നതിൽ ഈ ജനക്കൂട്ടം ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വിമൻ ഉണ്ടായിരുന്നു. അവരിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഈ ഒരു തൂക്കുമരത്തിൻ്റെ അവിടെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് അതിൻ്റെ ആ ഒരു യന്ത്രത്തിൻ്റെ അവിടെ. അപ്പം എന്താ അവർ ഇങ്ങനെ തൂക്കിലേറ്റപ്പെടുന്ന പ്രിസണേഴ്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇതിന് മുന്നേ മീൻസ് ഇങ്ങനെ ഈ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് മീൻസ് ഈ ഒരു എക്സിക്യൂഷനേഴ്സ് മീൻസ് ഈ തൂക്കിലേറ്റുന്ന ആളുകൾ എന്താ പറയുക, ഈ തല ഇങ്ങനെ ക്രൗഡിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ടേൺ വന്നപ്പം സിഡ്നി കാർട്ടൺ അവളെ കിസ് ചെയ്തിട്ട് അവളെ കൈ വിടുക ചെയ്യുന്നത്. അപ്പോൾ അവൾ വളരെ കാർട്ടൻ്റെ ആ ഒരു സാക്രിഫൈസ് കാണുമ്പം അവൾ വളരെ ശാന്തമായിട്ടാണ് ആ തൂക്കുമരത്തിൻ്റെ അടിയിൽ ചെല്ലുന്നത്. Among the prisoners, Sidney Carton is considered as an important man. When he goes to the guillotine, there is a peace in his face. There is no sign of fear or regret in him.
Before the guillotine is lowered on him, he whispers that his sacrifice is the best thing that he ever did in his life. When the women count 23, Sydney Carton is dead. അപ്പോൾ ഈ പ്രിസണേഴ്സിനിടയിൽ സിഡ്നി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഈ തൂക്കിലേറ്റുന്ന യന്ത്രത്തിൻ്റെ അവിടെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് വളരെ ശാന്തനായിരുന്നു അദ്ദേഹം. അപ്പം എന്താ മീൻസ് അദ്ദേഹത്തിന് ഒരു ഭയമോ അങ്ങനെയുള്ള മീൻസ് ഇങ്ങനെ ഒരു റിഗ്രറ്റോ ഒന്നും തോന്നിയില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ താഴ്ത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയണത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ സ്ത്രീകൾ 23 എന്ന് എണ്ണിയപ്പോൾ സിഡ്നി കാർട്ടൺ എന്താണ് മരിച്ചിട്ടുണ്ട്. ഇനി ദ ഡിഫാർജസ് ആണ്. ഏർണസ്റ്റ് ഡിഫാർജ് ആൻഡ് ഹിസ് വൈഫ് തെരേസ ഡിഫാർജ് represent the feeling of the oppressed people at the time of French Revolution. Both had suffered under the tyranny of the nobles, and the revolution had given them an opportunity to take revenge on them. അപ്പോൾ ഈ ഏർണസ്റ്റ് ഡിഫാർജും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള തെരേസ ഡിഫാർജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഉദാഹരണമാണ്. അപ്പം അവർ ഈ നോബൽസ് മൂലം ഒക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെവല്യൂഷൻ വന്ന സമയത്ത് അവർക്ക് ഇവരൊക്കെതിരെയൊക്കെ റിവെഞ്ച് എടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. Ernest Defarge, as a servant of Dr. Manette, saw his master being kidnapped and imprisoned by Evermonts. Madame Defarge had a grudge against Evermonts for they are responsible for the death of her sister and brother, so both have a strong ground to take revenge on the Evermonts. അപ്പോൾ ഏർണസ്റ്റ് ഡിഫാർജ് എന്ന് പറയുന്നത് ഡോക്ടർ മാനറ്റിൻ്റെ സെർവൻ്റ് ആണ്. അപ്പോൾ അവരുടെ മാസ്റ്ററിനെ ഇങ്ങനെ എവർമോൺസ് ആണ് കിഡ്നാപ്പ് ചെയ്ത് ജയിലിൽ അടച്ചതെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതേപോലെ തന്നെ മാഡം ഡിഫാർജിന് അവർക്കെതിരെ ഒരു പക ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ ബ്രദറിനെയും സിസ്റ്ററെയും കൊന്നത് ഈ എവർമോൺ ഫാമിലിയാണ്. സോ അവർക്ക് ഇങ്ങനെ ഈ എവർമോൺസിൻ്റെ അടുത്ത് അത്രയും റിവെഞ്ച് ഉണ്ടായിരുന്നു, അത്രയും ശത്രുത ഉണ്ടായിരുന്നു. In the wine shop that they run, Madam is found knitting into the patterns the name of those to be executed. Her eyes mirror her cruelty. Their shop also serves as a center for giving direction to the course of the revolution. Though both are cruel, Madam excels her husband in her zeal to execute the nobles. She cuts the head of the governor of Bastille. It is she who advises her husband to produce the crucial document of Dr. Manette. On the other hand, Ernest Defarge shows mercy at them. At times when he sees Darnay in Paris, he tells him that he should not have returned to Paris. He also acts as a messenger's plan of killing between Dr. Manette and Darnay. When he comes to know of Madam's plan to killing Lucy, he pleads his wife to spare Lucy and her daughter, but she refuses. She herself goes to kill Lucy and her child, but as she grapples with Miss Pross, the maidservant, her gun goes off, killing her instantly. The death of Madame Defarge reveals that ideals devoid of humanism with resultant disaster. അപ്പം ഈ അവർ വൈൻ ഷോപ്പ് നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവളിങ്ങനെ എക്സിക്യൂട്ടഡ് ഇങ്ങനെ തൂക്കിലേറ്റപ്പെടേണ്ടവർ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അവരുടെ പാറ്റേൺസ് അത് തുന്നിക്കൊണ്ടിരിക്കുന്ന പേരുകൾ. അപ്പോൾ അവളുടെ കണ്ണുകൾ എന്താണ് ക്രൂരതയുടെ ഒരു പര്യായമായിട്ടാണ് നമുക്ക് കാണുക. അതുപോലെ തന്നെ ഈ റെവല്യൂഷനുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്ന അവളായിരുന്നു. അവർ രണ്ടുപേരും ക്രൂവലായിരുന്നു. പക്ഷേ ഇവൾ കുറച്ച് കൂടുതൽ ക്രൂരയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മീൻസ് അവൾ ആണ് ഹസ്ബൻഡിനോട് പറഞ്ഞത് ഡോക്ടർ മാനറ്റിൻ്റെ ക്രൂഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അവളാണ്. അപ്പോൾ ഏർണസ്റ്റ് ഡിഫാർജിന് കുറച്ചൊക്കെ ഒരു ദയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഡാർനേനോട് എന്തിനാണ് പാരീസിലേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ ഈ മീൻസ് എന്താ അദ്ദേഹത്തിൻ്റെ വൈഫ് ലൂസീനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുമ്പോൾ അദ്ദേഹം അവളെ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ ലൂസീനെയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് പോകുന്ന സമയത്ത് അവളുടെ സെർവൻ്റ് ആയിട്ടുള്ള മിസ് പ്രോസുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് അവൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്താണ് മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു അവസാനം എന്താണ് ഒരു അപകടത്തിലാണ് ചെന്നെത്തുക എന്നുള്ളത് മാഡം ഡിഫാർജിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇനി ഇവിടെ പറയാനുള്ള ക്യാരക്ടറാണ് ചാൾസ് ഡാർനെ. ചാൾസ് ഡാർനെ comes of the Evermont family. Unlike his father and uncle, he is
kind and gentle, he requests his uncle to stop his ill-treatment of the tenants. When his uncle goes not to do so, he gives up all his claim to family property and settles as a teacher of French in England. There he is accused as a French spy. Sidney Carton gets him acquitted of the false charges. Louis Manet is attracted by Darnay's character. They fall in love with each other and decide to marry. ഇപ്പോൾ ചാൾസ് ഡാർണെ എന്ന് പറയുന്നത് എവർമണ്ട് ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും മകളുടെ പോലെ അദ്ദേഹം വളരെ ക്രൂരനായിരുന്നില്ല, വളരെ ദയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ അങ്കിളിങ്ങനെ ഈ ടെനൻസിനെയൊക്കെ ഇൽ ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ എതിരെ അദ്ദേഹം പറയുമായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടുന്ന് ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയി ഒരു ടീച്ചറായിട്ട്. അപ്പം അദ്ദേഹത്തിന് ഒരു ഫ്രഞ്ച് സ്പൈ ആയിട്ടാണ് അവിടെയുള്ള ആളുകൾ കണ്ടുവരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചാർജസ് എന്നൊക്കെ അദ്ദേഹത്തിന് സിഡ്നി കാർട്ടൺ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലൂയിസ് മാനറ്റ്, ഡോക്ടർ മാനറ്റിൻ്റെ മകളായിട്ടുള്ള ലൂയിസ് മാനറ്റ് ഇയാളുടെ ക്യാരക്ടറിനോട് അട്രാക്റ്റഡ് ആയിട്ട് അവർ പരസ്പരം ഇഷ്ടത്തിലായി മാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. Before their marriage, Darnay offers to reveal his true identity to Lucy's father, Dr. Manet. Dr. Manet knows already that he comes of the hated Everman family, and so he asks him not to reveal his true identity to anyone. But Darnay returns to Paris to save a loyal servant of his family. He is arrested and thrown into prison. He remains there for more than a year. The doctor's testimony regarding his own imprisonment in Bastille moves the jury, and his son-in-law Darnay is freed, but the same night he is rearrested and tried on the evidence of the document written by the doctor himself when he was in prison, condemning the hated Everman family. On the strong evidence, Darnay is condemned to death. Carton decides to serve Darnay, sacrifices his life. Carton knows that Darnay will not accept his plan, so he makes him fall unconscious. Then Darnay, dressed in the clothes of Carton, and is carried away to save. If he is remained awake, he would not accept Carton's plan. Thus Darnay remains as a man of character. It is a divine justice which he saved the gentleman, hero of the novel, from the blue time. അപ്പോൾ ചാൾസ് ഡാർണെ എന്ന് പറയുന്നത് എവർമൺ ഫാമിലിയിലുള്ള ഒരാളാണ്. മീൻസ് നമ്മളത് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ മാരേജിന് മുന്നേ തന്നെ അദ്ദേഹം ലൂസിയുടെ ഫാദറായിട്ടുള്ള ഡോക്ടർ മാനറ്റിനോട് പറഞ്ഞിരുന്നു അദ്ദേഹം എവർമൺ ഫാമിലിയിൽ ഉള്ള ഒരു അംഗമാണെന്ന്. പക്ഷേ ഡോക്ടർ മാനറ്റ് പറഞ്ഞു ഈ ഒരു സത്യം അദ്ദേഹം ആരോടും റിവീൽ ചെയ്യേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡാർണെ പാരീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സെർവൻറ്റിനെ രക്ഷിക്കാനായിട്ട് തിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിനെയും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം 1 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ മാനറ്റ് ജയിലിലായിരുന്ന സമയത്ത് എവർമൺ ഫാമിലിക്ക് എഴുതിയിട്ടുള്ള ആ ഒരു ടെസ്റ്റിമണി ആണ് അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കപ്പെടാനായിട്ട് കാരണമായത്. പക്ഷേ അദ്ദേഹം പിന്നീട് ഇവനെ രക്ഷിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക പിന്നെയും അവനെ അറസ്റ്റ് ചെയ്തു അന്ന് തന്നെ. മീൻസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് കണ്ടപ്പോൾ, മീൻസ് ഡോക്ടർ മാനറ്റ് എഴുതിയിട്ടുള്ള എവർമൺ ഫാമിലിക്ക് എതിരെ എഴുതിയിട്ടുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെയും അറസ്റ്റ് ചെയ്തു. അപ്പം ആ സമയത്താണ് സിഡ്നി കാർട്ടൺ അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് മീൻസ് അദ്ദേഹത്തിനെ അൺകോൺഷ്യസ് ആക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പരസ്പരം ഡ്രസ്സുകൾ മാറിയിട്ട് അദ്ദേഹം സ്വയം എന്താ പറയുകയാണ് ഇങ്ങനെ തൂക്കിൽ ഏറ്റപ്പെടുകയാണ്. മീൻസ് അതിനായിട്ട് അദ്ദേഹം പോവുക ചെയ്യണം സിഡ്നി കാർട്ടൺ. ഇനി സിഡ്നി കാർട്ടനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Sidney Carton is one of the memorable characters of Charles Dickens. A lawyer by profession, he is intelligent and well-read, yet he shows no interest in his life as he feels that the world has no good in it for him and he is no use to it. അപ്പോൾ സിഡ്നി കാർട്ടൺ എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിലെ ഒരു മെമ്മറബിൾ ക്യാരക്ടറിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലോയറാണ്, ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് സ്വയം ജീവിതത്തിനോടൊരു താല്പര്യമില്ല. മീൻസ് അദ്ദേഹത്തിനെ കൊണ്ടൊരു ഉപകാരവും ആർക്കും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ളൊരു ആളായിരുന്നു. In the trial held in London, Charles Darnay stands accused as a French spy. Sidney Carton bears a close resemblance to him, and Carton cleverly uses this to get Darnay acquitted of the false charges. When Carton meets Lucy Manet, he is attracted by her innocence and expresses his love for her. He solemnly promises that he will even be ready to sacrifice his life for her sake. Lucy is touched by the kindness. Meanwhile, Lucy and Darnay fall in love with each other and get married. അപ്പോൾ ഈ ട്രയലിൻ്റെ സമയത്ത് ചാൾസ് ഡാർണേനെ ഒരു ഫ്രഞ്ച് സ്പൈ ആയിട്ടാണ് അക്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ സിഡ്നി കാർട്ടൺ എന്താ പറയുക ഈ ചാൾസ് ഡാർണയുടെ ഒരു സാമ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹം അയാളെ ഈ തെറ്റായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ലൂയിസ് മാനറ്റിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവളെ ഇഷ്ടപ്പെട്ടു. അപ്പം അവളോട് ഇഷ്ടം പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ പിന്നീട് ലൂസിയും ഡാർണിയും പരസ്പരം ഇഷ്ടത്തിലായി അവർ മാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. In the second trial held in Paris, Sidney Carton realizes that Darnay cannot escape. Carton is determined to save him at any cost. He comes to know also of the threat from Madame refers to Lucy and her child. He plans out their escape from France in consultation with Mr. Lorry. He tricks a spy named Barsad into aiding his plan. He enters the prison with his help and makes Darnay fall unconscious. He exchanges his clothes with him and directs Barsad to take Darnay to Mr. Lorry. At once Mr. Lorry, Dr. Manette, Lucy, a child and Darnay leave for London and ultimately they escape. അപ്പോൾ രണ്ടാമത്തെ ട്രയലിൽ, പാരീസിൽ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ട്രയലിൽ സിഡ്നി കാർട്ടന് ഒരു കാര്യം മനസ്സിലായി, എന്താണ്, ഡാർണേനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അയാളെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ളതിൽ, അതേപോലെ തന്നെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു മാഡം ഡിഫാർജ് ലൂസീനെയും കുട്ടീനെയും കൊല്ലാനായി തീരുമാനിച്ചതും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫ്രാൻസിലേക്ക് പറഞ്ഞു വിടാനായിട്ട് അദ്ദേഹം മിസ്റ്റർ ലോറിയുടെ ഹെൽപ്പ് സ്വീകരിച്ചു. എന്നിട്ട് ബർസാർ എന്നുള്ള ഒരു സ്പൈയുടെ ഹെൽപ്പോട് കൂടി അദ്ദേഹം ഡാർണേനെ അൺകോൺഷ്യസ് ആക്കി. എന്നിട്ട് പരസ്പരം ഡ്രസ്സുകൾ മാറി. എന്നിട്ട് ലോറീൻ്റെ കൂടെ ഡോക്ടർ മാനറ്റും ലൂസിയും അവരുടെ മകനും അവരുടെ കുട്ടിയും ഡാർണയും എന്താണ് ലണ്ടനിലേക്ക് പോയി. മീൻസ് അവർ എസ്കേപ്പ് ചെയ്തു. അപ്പോൾ പ്രിസണിൽ എന്താണ്, ഇൻ ദ prison Carton is recognized by a fellow prisoner, a small girl. She derives strength from his great sacrifice and faces her death calmly, telling himself that he does a far better thing than he has ever done in life. He goes to his death. പിന്നീട് കാർട്ടണിന് അവിടെയുള്ള ഒരു പ്രിസണർ മീൻസ് ആ ഒരു പ്രിസണറിന് മനസ്സിലായി, ഒരു പെൺകുട്ടിയായിരുന്നു, അവൾക്ക് അവനെ മനസ്സിലായി. അപ്പോൾ ഡാർണയുടെ ഈ ഒരു ഇത് കണ്ടിട്ട് അവളും വളരെ സമാധാനത്തോടെയാണ് തൂക്കുമരത്തിലേറ്റപ്പെട്ടത്. ഡാർണെ ജീവിതത്തിൽ അദ്ദേഹം നന്മയുള്ളൊരു കാര്യം ചെയ്തു എന്നുള്ള സന്തോഷത്തോടെ അദ്ദേഹവും തൂക്കുമരത്തിൽ ഏറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഡോക്ടർ മാനറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഡോക്ടർ മാനറ്റ് had been a successful physician in Paris before the French Revolution. One night he was forcibly taken by Everman brothers to treat a poor boy and his sister. They were the victims of torture by the Everman brothers and the doctor could not save them. He was asked to keep the matter a secret, but the next day he sent a complaint to Ministry of Justice. The Everman came to know it and got him arrested and put in Bastille prison. Owing to his great sufferings for 18 years in the jail, he seemed to have forgotten his past. He is released at the time of revolution. His daughter Lucy nurses him back to normal life. ഇപ്പോൾ ഡോക്ടർ മാനറ്റ് എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ ഫിസിഷ്യൻ ആയിരുന്നു ഫ്രഞ്ച് റെവല്യൂഷന് മുന്നേ. അപ്പോൾ ഒരു രാത്രി അദ്ദേഹത്തിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി, എവർമൺ ബ്രദേഴ്സ് പിടിച്ചു കൊണ്ടുപോയി ഒരു പാവപ്പെട്ട ഒരു പയ്യനെയും അവൻ്റെ സിസ്റ്ററിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പം അവരെന്താണ്, ഈ എവർമൺ ബ്രദേഴ്സിൻ്റെ ടോർച്ചറിനുള്ള ഇരകളായിരുന്നു. അപ്പോൾ അവർ പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവർ മരിച്ചു. അപ്പോൾ ഈ ഒരു സത്യം റിവീൽ ചെയ്യരുതെന്ന് അദ്ദേഹത്തിനോട് ഇവർ പറയും. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും. ഇതറിഞ്ഞിട്ടുള്ള എവർമൺസ് എന്ത് ചെയ്യും, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ബാസ്റ്റൈൽ പ്രിസണിലിടും. അങ്ങനെ 18 വർഷത്തോളം ജയിലിലടയ്ക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും. പിന്നീട് അദ്ദേഹം ഈ റെവല്യൂഷൻ്റെ കാലത്താണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഡോട്ടറായിട്ടുള്ള ലൂസി അദ്ദേഹത്തിനെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരും. When Darnay tells a doctor of his love for Lucy, he is shocked as he knows that Darnay comes of the hated Everman family, so he asks Darnay not to reveal his real identity to anyone. In the first trial in Paris against Darnay, the doctor has to step in to save him. അപ്പോൾ ഡാർണെ ലൂസി തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡാർണെ എവർമൺ ഫാമിലിയിൽ ഉള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പക്ഷേ ഈ സത്യം റിവീൽ ചെയ്തതെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ട്രയലിൻ്റെ സമയത്ത് എന്താണ്, അദ്ദേഹത്തിന് അവനെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഹിസ് ടെസ്റ്റിമണി റിഗാർഡിംഗ് ഹിസ് ഓൺ imprisonment in Bastille moves the jury and his son-in-law is freed. അപ്പോൾ പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറയും, എന്നിട്ട് അങ്ങനെ ഇയാളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ബട്ട് ദ സെയിം നൈറ്റ് ഹീ ഈസ് റീഅറസ്റ്റഡ് ആൻഡ് ട്രൈഡ് ടു എവിഡൻസ് ഓഫ് ഡോക്യുമെൻറ്റ് റിട്ടൺ ബൈ ഡോക്ടർ ഹിംസെൽഫ് വെൻ ഹി വാസ് ഇൻ പ്രിസൺ കണ്ടംനിങ് ദ ഹേറ്റഡ് എവർമൺ ഫാമിലി. അപ്പോൾ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തിൽ എവർമൺ ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും എന്താണ്, ഡാർണേനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്.
The doctor feels sad when he realizes that himself he has condemned his son-in-law to death, but fortunately Darnay is saved by Carton, who takes his place in prison as pre-arranged. Dr. Manet leaves for London safely with his daughter, granddaughter and son-in-law. Dr. Manet stands as a witness to the atrocities of both aristocracy and the mobocracy. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ജയിലിലടയ്ക്കപ്പെട്ടു, മീൻസ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരു കാരണത്താലാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ ജയിലിലടയ്ക്കപ്പെട്ടതെന്നുള്ളത് അദ്ദേഹത്തിന് വളരെ വിഷമമാവും. പിന്നീട് സിഡ്നി കാർട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ലണ്ടനിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിഡ്നി കാർട്ടൺ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്രൂരതകളുടെ ഒരു വിറ്റ്നസ് ആയിട്ടാണ്, മീൻസ് അന്നത്തെ കാലത്തെ ക്രൂരതകൾക്കുള്ളൊരു വിറ്റ്നസ് ആയിട്ടാണ് ഡോക്ടർ മാനറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദീസ് ഓൾ അബൌട്ട് ദ നോവൽ A Tale of Two Cities. Thank you.